हंसते हंसते रो पड़ा, दर्द आंसुओं में है बड़ा। दिल हंसते हंसते रो पड़ा, दर्द आंसुओं में है बड़ा। टूटी सबसे यारी, मैं तो जिंदगी से हारी, गई सांसों को दुखा के कहाँ पे ये हवा। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। खुद का वजूद खो गया, साया भी पराया हो गया। देखा है तुझको कहीं पे, बोले मेरा आईना। खुद का वजूद खो गया, साया भी पराया हो गया। देखा है तुझको कहीं पे, बोले मेरा आईना। खुद को ना पहचानूं, पता खुद का ना जानूं, जाऊं अब मैं कहाँ पे दिखे ना रास्ता। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। का नसीब था बुरा, जो सोचा था वो ना हुआ। दूर से जो लगा समंदर, था वो मंजर रेत का। दिल का नसीब था बुरा, जो सोचा था वो ना हुआ। दूर से जो लगा समंदर, था वो मंजर रेत का। धोखा दे गई तकदीरें, झूठी निकली लकीरें। करूँ किस पे यकीन, समझ में आए ना। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। क्यों रब्बा इस कदर तोड़े आवे कि एक टुकड़ा न छोड़े आ। धड़कने के लिए धड़कनों में कुछ ना बचा। ओरे पिया मैं तो तेरे लिए सारा तो जगू। जिथे जावे तू ओथे जावे दिल, दस की मैं करूं। जो तू रुस जानिए दिल ये
टुट जानी है तेरे संग संग राह सारी कट जानी है जो तू रुस जानी है दिल ये टुट जानी है तेरे संग संग राह सारी कट जानी है मैं ता तेरे नाल रहना मान इन्ना मेरा कहना मेरी अखियों से होना कदी दूर ना तेरे बिन नहीं लगदा दिल मेरा ढोलना तेरे बिन नहीं लगदा दिल मेरा ढोलना सब छड़ जाए तू ना मैनू छोड़ना तेरे बिन नहीं लगदा दिल मेरा ढोलना तेरे संग संग रह के मैं रंग जाऊं तेरे रंग तेरी नींद से ख्वाब मैं अपना जोड़ लूं तू साथ ना हो तो 4 कदम ना चल पाऊं तेरी राह पे राह मैं अपनी मोड़ दूं സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. കർത്താവ് ഇത്രയും മനോഹരമായിട്ട് ഈ ദിവസം നമുക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ. പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെയും സഭയുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്നിപ്രകാരം വിശുദ്ധ വിവാഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇത്രത്തോളം ഐശ്വര്യപൂർണമായി സന്തോഷഭരിതമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി നമ്മുടെ മുമ്പിലുള്ളതിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധ വിവാഹത്തിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു പോകാം. പ്രിയ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, അങ്ങ് കൃപ ചെയ്തതുകൊണ്ട്, കർത്താവെ അങ്ങ് സഹായിച്ചതുകൊണ്ട്, അവിടുത്തെ വലിയ കരുണ ഞങ്ങളോട് കാണിച്ചതുകൊണ്ട്, കർത്താവെ ഈ ഭവനത്തിലെ പ്രിയ മകൻ അഖിലിന്റെ വിവാഹം ഇന്ന് നടക്കുവാൻ തക്കവണ്ണം സ്വർഗം പ്രസാദിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, തന്റെ മകന് ജന്മം കൊടുത്ത് ഇത്രത്തോളം സൗന്ദര്യവും ബുദ്ധിയും ആരോഗ്യവും കഴിവുകളും വിദ്യാഭ്യാസവും എല്ലാം നൽകി ഏറ്റവും വലുതായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ, ദൈവകൃപയിലേക്ക് വരുവാൻ, സ്നാനപ്പെടുവാൻ, സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തൻ മകന് കൊടുത്ത ഭാഗ്യ പദവിക്കായി സ്തുതിക്കുന്ന കർത്താവെ, സമയമായപ്പോൾ തന്റെ മകന് വേണ്ടി ഒരുക്കിയ കർത്താവെ ആ മകളെ കർത്താവെ കാണാനും അങ്ങനെ വിവാഹം ഉറപ്പിക്കാൻ ഇന്ന് പകൽ ആ വിവാഹം അവിടെ നടക്കുവാൻ സ്വർഗം പ്രസാദിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളും ഈ മകന്റെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിവാഹവേദിയിലേക്ക് ഞങ്ങൾ അയക്കുന്നു കർത്താവേ. എല്ലാ ദൈവമേ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിന്റെ കൃപയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹം നടക്കാൻ, ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിക്കുവാൻ തന്റെ മകനെ അങ്ങ് സഹായിക്കുമാറാകണമേ. രക്തവളപ്പിൽ കാവലിൽ അങ്ങ് സൂക്ഷിക്കുമാറാകണമേ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വിലയേറിയ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ രക്തം തന്നെ മകന്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെയും അങ്ങ് തളിക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഒരുക്കുമാറാകണം. ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമേ. ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കുമാറാകണം കർത്താവേ. ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് മാനിക്കണം. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണം. ശുശ്രൂഷ
പരീക്ഷകളെയും യാത്രകളെല്ലാം കർത്താവ് നിയന്ത്രിക്കുമാറാകണം. ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണം കർത്താവേ. മറ്റ് ഫോട്ടോ വീഡിയോസ് എടുക്കുന്ന സഹോദരങ്ങൾ, മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്യുന്നവർ, ഗായക സംഘം നയിക്കുന്നവർ, കർത്താവേ മറ്റ് ശുശ്രൂഷകൾ എഡി ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ. എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ. ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ. മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ. പറയാതെ ഉയരാഴും ഇരുമനമും അറിയവേ. വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ. അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ. കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ. ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാംബരൻ. നീയാകും എന്നും എൻ ലോകം തുണയായ ജീവനേ. നിശ്ചയം നമുക്ക് ഔപചാരികമായി നടത്തേണ്ടതുണ്ട്. തുടർന്ന് അതിനുള്ള സമയമാണ്. അതിനായിട്ട് വേമ്പൂർ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ TM ബേബി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് വിവാഹ നിശ്ചയ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. വളരെ സമയം കൊണ്ട് ഈ ശുശ്രൂഷ നടത്തുവാൻ വേണ്ടി കർത്താവെ ഇഷ്ടപ്പെടുകയാണ്. പത്രയ്ക്കായി വണക്കം നിങ്ങളെ പഠിക്കാം. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിലമകളെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന്റെ പേരാശ്രയിച്ച് അവിടുത്തെ മക്കളെ ജോലിക്ക് കൊണ്ട് ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, സൃഷ്ടിയെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിച്ചു രക്ഷിക്കപ്പെടുവാൻ സാധപ്പെടുവാൻ നിങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ സ്നേഹമായപ്പോൾ കർത്താവിനെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരന്റെ ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചതായി സ്വന്തം ഇവിടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥിക്കുന്നു.
മാന്യം എബ്രായർ 13:4 വിശുദ്ധ വിവാഹ നിശ്ചയ രേഖ ദൈവദിനമായാൽ കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ വെകുമ്പം വില്ലേജ് വെകുമ്പം പഞ്ചായത്ത് വെകുമ്പൂർ കരയിൽ പാറയ്ക്കൽ വീട്ടിൽ ശ്രീ PM ജോയിയുടെയും ശ്രീമതി അച്ഛാമായിയുടെയും മകൾ 24 വയസ്സുള്ള വെകുമ്പം ക്രിസ്തീയ സമാഗമായിരിക്കുന്ന PM ജോയിയും പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് കരിമ്പ വില്ലേജ് കരിമ്പ പഞ്ചായത്ത് ഇടക്കുരിശി കരയിൽ പാറയിൽ വീട്ടിൽ ശ്രീ BJ ബാബുവിനെയും ശ്രീമതി അന്നമ്മ ബാബുവിന്റെയും മകൻ 27 വയസ്സുള്ള MCC കാഞ്ഞിരപ്പുഴ സമാഗമായിരിക്കുന്ന അഖിൽ ബാബു തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2023 ജൂലൈ മാസം 26-ാം തീയതി തിങ്കളാഴ്ച 11 AM സെന്റ് തോമസ് പട്ടാപഞ്ചർ പാരീസിന്റെ കരിമ്പിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുള്ള ദൂതാദികളും സഭാസുരന്മാരും കൂടി ഇന്നേ ദിവസം സെന്റ് തോമസ് പട്ടാപഞ്ചർ പാരീഷ്കാരെ കരിമ്പിൽ വെച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധമ്മയുടെ നാമത്തിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് എഴുതിയിരിക്കുന്ന ശരിയാണ്. ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ. ായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ തങ്ങളുടെ തലകളെ മടക്കി നമുക്ക് ചേർന്ന് കർത്താവ് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തരേണ്ടതിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അപ്പ അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന അഖിലിന്റെയും മീതുവിന്റെയും വിശുദ്ധ വിവാഹം അങ്ങിൽ ആശ്രയിച്ച് നടത്തേണ്ടതിന് വേണ്ടി അവിടെ തക്ക സമയത്ത് എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി ഇരു കുടുംബങ്ങളെയും കർത്താവ് കൂട്ടിവരുത്തി ഇപ്രകാരം തിരുസന്നിധിയിലായിരിക്കുവാൻ തന്ന നല്ല അവസരത്തിനായ സ്തോത്രം. കർത്താവിന്റെ കൃപ അവിടുന്ന് ധാരാളമായി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേൽ പകരണം, ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ശുശ്രൂഷയെ അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവേ. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ അപ്പ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷ പ്രിയമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഇരു കുടുംബങ്ങളുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ട കർത്താവേ, ശുശ്രൂഷ നടത്തുവാനായിട്ട് അങ്ങ് നിയോഗിച്ചയച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭൃത്യനായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം, സഭാമക്കൾക്കായി സ്തോത്രം, ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഒന്നിച്ച് അനുഗ്രഹിക്കണം. നിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. കർത്താവിന് നന്ദി അർപ്പിക്കാം. കർത്താവെ, കഴിഞ്ഞുപോയ നാളുകളിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നന്മകളെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു.
പ്രിയ അഖിൽ ആൻഡ് മീതു, നിങ്ങൾ കർത്താവ് ഒരുപാട് നന്ദി അറിയിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൽ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. ഇങ്ങനൊരു വേദിയിൽ നിൽക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തി, നിങ്ങളെ ഒരുക്കി. ആയതിനാൽ അല്പസമയം കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ഹല്ലേലൂയ. ഒരുപാട് പ്രയാസത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലും ഇത്രയും മനോഹരമായ രീതിയിൽ ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുന്നത്. അല്പസമയം കടങ്ങളെ ഹല്ലേലൂയ മനസ്സിനെ യാഥാർത്ഥ്യപ്പെടുത്തിയ കർത്താവ് ഹല്ലേലൂയ. Jesus, praise the Lord, praise the Lord, praise the Lord.
വായിച്ചു കേൾക്കുവാനുള്ള അവസരമാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ TM ബേബി തിരുവഴുത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹോത്തര ബന്ധത്തിൽ തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദിവസവും പറയുന്നത് സ്നേഹമില്ല എങ്കിൽ ഏതും ഇല്ല. അപ്പോൾ എഴുതിയപ്പോൾ 1 അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് 13 അധ്യായം. ഈ പുസ്തകത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ വായിച്ചു കേൾപ്പിക്കുന്നു. 1 ലേഖനം 13 അധ്യായം. ഞാൻ മനുഷ്യരെയും പൂർണ്ണമാരെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് ഭൂതപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദൃഢമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചുരുക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയെ സന്തോഷിക്കാതെ സത്യത്തെ സന്തോഷിക്കുന്നു, എല്ലാം കൊടുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഇതെന്ന് പോകുകയില്ല. പ്രപഞ്ചപരമോ അത് നീങ്ങിപ്പോകും, പ്രവശാപനമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ആവശ്യമായി മാത്രം നാം അറിയുന്നു, ആവശ്യമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ ആവശ്യമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തയ്ച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടവടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ ആവശ്യമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമുക്ക് നമ്മുടെ പ്രാർത്ഥിക്കാം. ഈ വായിച്ചു കേട്ട വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സ്നേഹത്തോടെ നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നടക്കുന്ന സൃഷ്ടിയെ ദൈവങ്ങളിലേക്ക് ശ്രമിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വാക്കുടെ ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മകനായി ശ്രദ്ധിക്കുന്നു, വായിക്കുന്നു. ഞങ്ങളെ വിവാഹത്തിലായി ബന്ധപ്പെട്ട് ദൈവം സഹായിച്ചതായി സ്തോത്രം. രണ്ടുപേരെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് സഹായിച്ചാണ്. ഒരു പ്രവേശിച്ച് നല്ല കുട്ടിയെ നയിപ്പാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ സൃഷ്ടിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, തീർക്കണമേ. പരിശുദ്ധ ശക്തിയിലും എല്ലാ ജീവനായിട്ട് ദൈവം സഹായിക്കണമേ. അതിനെ പണ്ടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെയും സാധുക്കാരെയും എല്ലാ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ധന്യവാദത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ നയിക്കുമെന്നെപ്പോഴും ഇത് സംബന്ധിക്കുന്ന മുഖാന്തരമാക്കിത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തിക്കുന്നതിന്റെ മാത്രം അംഗീകരിച്ചാണ് പാട്ടുപാടുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഹോളിന്റെ പരിസരത്തെ എല്ലാ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ പരിശുദ്ധമായ ശക്തിയിലും എല്ലാ സഹായിക്കണം. അന്താരാഷ്ട്രത്തിലൊന്നും പുറത്ത് പണിയാക്കണം. ദൈവത്തിനാവുന്നതിരിക്കണം. സമസ്ത കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തത്തോളം ദൈവം സഹായിച്ചനായി സ്വാതന്ത്ര്യം പ്രവർത്തിക്കായി സ്വാതന്ത്ര്യം വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മെ അനുഗ്രഹിച്ച് കൂട്ടിവരുത്തിയ കർത്താവിനെ ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കാരണം നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കൂടി വന്നിരിക്കുന്നത്. പ്രാരംഭമായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സ്വാഗതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് കാരണക്കാരായി തീർന്നിരിക്കുന്നത് പ്രിയ അഖിലും
പ്രിയ മീതുവുമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ പ്രാരംഭമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ കർത്താവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നടത്തുവാൻ കർത്താവ് അയച്ചിരിക്കുന്നത് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ജോൺ തോമസ് കാഞ്ഞിരപ്പള്ളിയിൽ അച്ഛനാണ്. അച്ഛന് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വധുവിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എം. ബേബി അവരുടെയും ഈ ശുശ്രൂഷയിലേക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കാഞ്ഞിരപ്പള്ളി സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ടി.എ. റോയ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വധൂവരന്മാരുടെ മാതാപിതാക്കൾ, അവർ കർത്താവ് അവർക്ക് നൽകിയ മക്കളെ ദൈവികമാകുന്ന ശിക്ഷണത്തിൽ കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം വളർത്തുവാനും പരിശീലിപ്പിക്കുവാനും വിദ്യാഭ്യാസം നൽകുവാനും ഒക്കെയുടെ ആയിത്തീർന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്കും ഈ ശുശ്രൂഷയിലേക്ക് വിശേഷിച്ച് സ്വാഗതം ആശംസിക്കുന്നു. വധൂവരന്മാരുടെ സഹോദരി സഹോദരന്മാർ, അവരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഭാംഗങ്ങൾ, അവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം നേരുന്നു. എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഫോട്ടോഗ്രാഫർമാർ, വീഡിയോ എടുക്കുന്നവർ, കേറ്ററിംഗ് സർവീസ് നടത്തുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിലെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വളരെ സജീവമായി ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വം. സ്ത്രീകൾ പുരുഷന്മാർക്ക് തുല്യരാണ് എന്നുള്ള ആ ആശയം മുമ്പോട്ട് കൊണ്ടുവന്ന് അതിനെ അടിസ്ഥാനമാക്കി അനേക വാദഗതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത് എന്താണ് നമ്മോട് ഉപദേശിക്കുന്നത് നോക്കിയാൽ
കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ വിവാഹ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാന അതിഥികളായിട്ടുള്ള മണവാളൻ അഖിൽ, മണവാട്ടി നീതു, അതുപോലെ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ ആശീർവദിക്കാനായിട്ട് ഈ വേദിയിൽ ഭൂമിഷ്ഠരായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രിയ പ്രതീഷ് പാസ്റ്റർ, അതുപോലെ കാഞ്ഞിരപ്പുഴ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ മുൻ ശുശ്രൂഷകനും ഇപ്പോൾ കൊട്ടാരക്കരയ്ക്കടുത്ത് പട്ടാഴി മലങ്കര ചർച്ചിന്റെ ശുശ്രൂഷകനുമായിരിക്കുന്ന പ്രിയ റോയി പാസ്റ്റർ, മണവാട്ടിയുടെ ചർച്ചിലെ ശുശ്രൂഷകനായിട്ടുള്ള പാസ്റ്റർ ടി.എം. ബേബി അവർ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഈ മണവാളിന്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കൾ, വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചമാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മറ്റ് സഭാ പ്രതിനിധികൾ, എല്ലാവരെയും, അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, അദ്ദേഹം എൻ്റെ സുഹൃത്തും എൻ്റെ സമീപവാസിയും കൂടിയാണ്. ആ ഗായക സംഘം, അവർക്കായി സ്തോത്രം. ഫോട്ടോസ് വീഡിയോസ് കൈകാര്യം ചെയ്യുന്നവർ, മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്യുന്നവർ, കാറ്ററിംഗ് ഗ്രൂപ്പുകൾ, എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മക്കൾക്കായി സ്തോത്രം. ദൈവം ആ മകനെ ഇത്രത്തോളം സഹായിച്ചു. വിദ്യാഭ്യാസവും ജോലിയും, വിദേശത്ത് ജോലിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു. ആത്മീയമായിട്ട് നല്ല ദൈവകൃപയിൽ നിൽക്കുന്നു. ആ കുടുംബത്തിനായി സ്തോത്രം. പ്രിയ ബാബു ചേട്ടനും ചേച്ചിയും, മൂത്ത മകൻ അനൂപ്, അനൂപിന്റെ ഭാര്യ ശാലിനി, എൻ്റെ സുഹൃത്തുക്കളുടെ മകളാണ്, എൻ്റെ നാട്ടിൽ തന്നെയുള്ള അവരുടെ കൊച്ചുമകൾ. അവർക്കൊക്കെ ആയിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ കുടുംബത്തിനായി സ്തോത്രം. അതുപോലെ കാഞ്ഞിരപ്പുഴ ചർച്ചിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ ചർച്ചും ഈ മകന്റെ ആത്മീക വളർച്ചയിൽ ഒത്തിരിയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയ ഈ മകൾ നീതു, അവരുടെ മാതാപിതാക്കൾ, ഞാൻ അവരെ പരിചയപ്പെട്ടു. എനിക്ക് വേഗം ചർച്ചയുമായിട്ട് കൂടുതൽ പരിചയമില്ല, ഞാൻ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും. സഹോദരങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കായി സ്തോത്രം. ആ മകളെയും ഇത്രത്തോളം വളർത്തി മിടുക്കിയാക്കി BSc നഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ച് ജോലിയെല്ലാം വാങ്ങിച്ച് നല്ല നിലയിൽ ഇത്രത്തോളം ആത്മീകമായിട്ടും ഇത്രത്തോളം എല്ലാം വളർത്തുവാൻ ആ സഭയ്ക്ക് ദൈവടയാക്കിയല്ലോ. എല്ലാറ്റിനുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് അതിന്റെ മുമ്പിൽ സമയം പരിമിതമായതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ വിട്ടടിച്ചു പോകുന്നത്. ദൈവം എന്നെ നിയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് ഭാര്യ, എൻ്റെ വൈഫ് ഒരു അധ്യാപിക കൂടിയാണ്. ഇപ്പോഴും സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലമുള്ള സ്കൂളിൽ, ഓർത്തഡോക്സ് സ്കൂളിൽ. എനിക്ക് 3 മക്കൾ, 3 പെൺമക്കളായിരിക്കുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിഞ്ഞ് അവള് ഇപ്പൊ കുടുംബമായിട്ട് കാനഡയിലാണ്. അവൾക്ക് 2 മക്കളുണ്ട്. അപ്പൊ ഞാൻ മുത്തച്ഛൻ കൂടിയാണ്. അപ്പൊ അതുപോലെ എനിക്ക് രണ്ടാമത്തെ മോള് വിവാഹം കഴിഞ്ഞിട്ടില്ല. 3ാമത്തെ മോളുണ്ട്. അവൾക്ക് പഠിക്കുകയും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവകൃപയാൽ ഞങ്ങള് സന്തോഷമായിട്ടും അനുഗ്രഹീതമായിട്ടും ദൈവത്തിന്റെ വലിയ കൃപയും കരുണയും ഞാനും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ദൈവം നിയോഗിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നു. ആ ഒരു ചിന്താഗതിയില്ല ഞാനും നിൽക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ എന്നെ നിയോഗിച്ചത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാതെ എനിക്ക് നിവൃത്തിയില്ല. ഒരു വേദഭാഗം വായിപ്പിച്ച് 2, 3, 4 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ മധ്യവാചകങ്ങൾ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. വിവാഹത്തെ സംബന്ധിച്ച് പറയുന്ന വേദപുസ്തകത്തിൽ വളരെ അസന്നിഗ്ധമായി കുടുംബജീവിതത്തെ കുറിച്ച്, വിവാഹത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 1-ാം ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ എഴുതി വെച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തര് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്റെ മേൽ അവൾക്കല്ല ഭർത്താവിനത്ര അധികാരം ഉള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ അവനല്ല ഭാര്യയ്ക്ക് അത്രയും അധികാരമുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്.
നിങ്ങളുടെ അതിനേന്ദ്രിയത്തെ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. എന്റെ കർത്താവിന്റെ മഹത്വം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേഗത്തിൽ 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഒന്നാമതായിട്ട് അതിന്റെ 2ാമത്തെ വാക്യം, ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അതിനകത്തൊരു വലിയ മർമ്മം അടങ്ങിയിരിപ്പുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഫാമിലി, സ്വന്തം എന്നൊരു പദം കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ഫാമിലി വിത്ത് ഡീപ്പ് റിലേഷൻഷിപ്പ്. അതായത് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആഴത്തിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമുക്ക് ധാരാളം ബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൻ അമ്മ ബന്ധം. ഇപ്പൊ ഇവിടെ തന്നെ പറയാം, അപ്പനും അമ്മയും വിട്ട ഭാര്യയോടെ വെച്ചേരി എന്ന് പറയുമ്പോ ഈ നിമിഷം വരെ അഖിലിനെ സംബന്ധിച്ച് അഖിലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ചിലപ്പോൾ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് മുതൽ അങ്ങനെ അല്ലാതെ വരുവാണ്. ഏറ്റവും അടുത്ത ബന്ധം ഭാര്യയായി മാറുന്നു. അപ്പൻ അമ്മ ബന്ധം, മക്കൾ ബന്ധം, സഹോദരങ്ങൾ, അതുപോലെ സഭയിലെ പാസ്റ്റർ, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥർ, അതുപോലെ സഹ ജോലിക്കാർ, കൊളീഗ്സ്, കൂട്ടുകാർ, മറ്റ് എല്ലാവരെക്കാളുമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാവരെക്കാളും ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് ആര് വരികയുന്നു? ആരാണുള്ളത്? ഭാര്യയാണ്. അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം. ഈ പ്രിയ മക്കളെ വിശുദ്ധ വിവാഹത്താൽ പരസ്പരം സംയോജിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ആഗതനായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ദൈവദാസന്മാരുടെ സാന്നിധ്യം, ഇത്രയും ദൈവമക്കളുടെ വിലയേറിയ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. സ്വർഗം തുറന്നുള്ള സമയങ്ങളിൽ പ്രവർത്തിക്കണം. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. ഈ ശുശ്രൂഷകളിൽ കർത്താവ് തന്നെ കാർമ്മികത്വം എടുത്ത് അവിടുത്തെ ശക്തി വ്യാപരിപ്പിച്ച്, അവിടുത്തെ കൃപ വ്യാപരിപ്പിച്ച് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവർക്ക് മണവാളനും നിയുക്ത മണവാളനും മണവാട്ടിക്കും സുസ്ഥാനങ്ങളിൽ സ്തോത്രം. കേരള സംസ്ഥാനത്ത് ഞാൻ ഇവരെ കുറിച്ചുള്ള ചില വിവരങ്ങൾ വായിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പ വില്ലേജിൽ കരിമ്പ പഞ്ചായത്ത് ഇടക്കുരിശിക്കരയിൽ പാറയിൽ വീട്ടിൽ ശ്രീ പി.ജെ. ബാബുവിന്റെയും ശ്രീമതി അന്നമ്മ ബാബുവിന്റെയും മകൻ 27 വയസ്സുള്ള MCC കാഞ്ഞിരപ്പുഴ സഭാംഗമായിരിക്കുന്ന അഖിൽ ബാബു സന്നിഹിതനായിരിക്കുന്നു. കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വേങ്ങൂർ വില്ലേജിൽ വേങ്ങൂർ പഞ്ചായത്ത് വേങ്ങൂർ കരയിൽ പാറയ്ക്കൽ വീട്ടിൽ ശ്രീ PM ജോയിയുടെയും ശ്രീമതി അച്ചമ്മ ജോയിയുടെയും മകൾ 24 വയസ്സുള്ള MCC വേങ്ങൂർ സഭാംഗമായിരിക്കുന്ന നീതു പി ജോയ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നു, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വേദികളിൽ ഇവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ബന്ധുക്കൾ തമ്മിലൊക്കെ ആലോചിച്ച്, മാതാപിതാക്കളൊക്കെ തമ്മിൽ ആലോചിച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു എങ്കിൽ പോലും ചോദിക്കുകയാണ്, ഇവർ തമ്മിൽ വിവാഹം നടത്തിക്കൂടാ എന്ന് ആർക്കെങ്കിലും നടത്തിക്കൂടാത്തവണ്ണം ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇവർ നമ്മൾ വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ ആ പരാതികൾക്കൊന്നും അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നിങ്ങൾ അതിനുശേഷമുള്ള സമയങ്ങളിൽ നിങ്ങൾ സൈലന്റ് ആയിരിക്കണം. പിന്നീട് അതൊന്നും ഉന്നയിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് അവരുടെ കൈകൾ വലത്ത് കരങ്ങളെ തമ്മിൽ ചേർത്ത് പിടിപ്പിച്ചാണ്, അവരെ ഉടമ്പടി ചെയ്യിച്ചാണ് അവരെ ഈ ഭാര്യ ഭർത്താക്കന്മാര എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആദ്യമായിട്ട് ഞാൻ അഖിലിനോട് ചോദിക്കുകയാണ്, എല്ലാവരുടെയും കേൾക്കുകയാണ് ചോദിക്കുന്നത്. അഖിലിനോട് ചോദിക്കുന്നു, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന നീതു എന്ന ഈ യുവതിയെ ദൈവവചന വ്യവസ്ഥ അനുസരിച്ച് നിന്റെ വത്സല ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് പരിപൂർണമായ സമ്മതമാകുന്നുവോ? ഒരു ചോദ്യം കൂടിയുണ്ട്.
ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാതെ വണ്ണം നിന്റെ ശരീര ആത്മാദേഹികളുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ അപാകതകളോ ഉണ്ടോ? ഇല്ല. അഖിൽ തന്നെ കുറിച്ച് തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ സമ്മതവും പറഞ്ഞിരിക്കുന്നു. മീതുവിന്റെ കയ്യിലേക്ക് മൈക്കൂടും. ഞാൻ അടുത്തതായിട്ട് മീതുവിനോട് ചോദിക്കുന്നു, നിന്റെ സമീപയിൽ നിൽക്കുന്ന അഖിൽ എന്ന ഈ വാവിനെ ദൈവവചന വ്യവസ്ഥയെ അനുസരിച്ച് നിന്റെ വത്സല ഭർത്താവായി സ്വീകരിക്കുവാൻ നിനക്ക് പരിപൂർണമായ സമ്മതമാകുന്നുവോ? സമ്മതമാണ്. ഒരു ചോദ്യം കൂടി. ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാതെ വണ്ണം നിന്റെ ശരീരാത്മാദേഹികളുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ അപാകതകളോ ഉണ്ടോ? ഇല്ല. അവരവരുടെ രണ്ടുപേരുടെയും സമ്മതം അറിയിച്ചിരിക്കുകയാണ്. തുടർന്ന് അവരെ കൈപിടിപ്പിച്ച് ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാം. തുടർന്ന പോലെ ഈ വീടയിൽ ചേർത്തരുള്ളി വന്നരങ്ങളെ നല്ല മണവാളൻ താനിയുള്ള മണവാട്ടിയുമാർ നല്ല മണവാളൻ താനിയുള്ള മണവാട്ടിയുമാർ കല്യാമോദം ചേർന്നു സുഖി കല്യാമോദം ചേർന്നു സുഖി ചൊല്ലൽ വേണ്ടിടുവാൻ ഇന്നി മംഗല്യം ശോഭിക്കുക കരുണ ചെയ്യുക എന്നും കനിയുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിയുള്ള ദൈവമേ നിന്നടിക്കരാവിൽ വാടി വന്ന പണ്ടരങ്കരിച്ചു നിന്നടിക്കരാവിൽ വാടി വന്ന പണ്ടരങ്കരിച്ചു അമ്മുരസവിനുണ്ടാക്കി എന്ന് പോയി നേരം കൊന്നു അമ്മുരസവിനുണ്ടാക്കി എന്ന് പോയി നേരം കൊന്നു ഇന്ത്യം ശോഭിക്കുക കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം. ഈ അവസരത്തിൽ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും മാതാപിതാക്കളുടെ എല്ലാം അനുവാദത്തോടു കൂടി പ്രാർത്ഥന ആശീർവാദത്തോടു കൂടിയിട്ട് ഈ പ്രിയ മക്കളെ അവരുടെ വലതുകരങ്ങളെ തമ്മിൽ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യിച്ചുകൊണ്ട് ഇപ്പോൾ വിവാഹ ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബലഹീനനായ അടിയൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സജ്ജമായ നാമത്തിൽ അവരുടെ വലതുകരങ്ങളെ തമ്മിൽ യോജിപ്പിക്കും. ഇപ്പോൾ അവര് ഞാൻ ചൊല്ലിത്തരുന്ന ചില ഉടമ്പടി വാചകങ്ങൾ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുക. അഖിൽ ആകുന്ന ഞാൻ, മീതു ആകുന്ന നിന്നെ ഇപ്പോൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം എന്റെ വത്സല ഭാര്യയായി സ്വീകരിക്കുന്നു. ജീവിതത്തിൽ എനിക്ക് അവകാശമായിട്ടുള്ളതെല്ലാം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ
ഈ ജീവിതത്തിൽ നേരിടുന്ന സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ അവസ്ഥകളിലും ഞാൻ നിന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവായി നിന്നോടുകൂടെ വസിച്ചുകൊള്ളാമെന്ന് ഇപ്പോൾ ഈ സഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിനക്കായി ഉടമ്പടി ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം. കൈവിടരുത്, ചേർത്ത് പിടിച്ചോളൂ. ഇനി നീതുവാണ് അഖിലിനോട് ഈ ഉടമ്പടി വാചകം ഞാൻ ചൊല്ലിക്കൊടുക്കുന്ന ഉടമ്പടി വാചകം പറയേണ്ടത്. നീതുവാകുന്ന ഞാൻ, അഖിലാകുന്ന നീ ഇപ്പോൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം എന്റെ വാത്സല്യ ഭർത്താവായി സ്വീകരിക്കുന്നു. ജീവിതത്തിൽ എനിക്കും അവകാശമായിട്ടുള്ളതൊക്കെയും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഞാൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ അനുസരിച്ച് അങ്ങേക്ക് വിധേയപ്പെട്ട് ജീവിതത്തിലെ സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ അവസ്ഥകളിലും അങ്ങയുടെ ഉത്തമ ഭാര്യയായി വസിച്ചുകൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങേക്കായി ഉടമ്പടി ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം കൈവിടരുത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. കർത്താവേ, പകൽ അങ്ങയുടെ മക്കളായ പ്രിയപ്പെട്ടവർ കർത്താവേ പരസ്പരം ഉടമ്പടി ചെയ്ത് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഈ ദൈവസഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവദാസന്മാരുടെ അനുഗ്രഹാശീർവാദത്തോടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവേ അവരിപ്പോൾ തീരുമാനത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മാറിയിരിക്കുന്നല്ലോ. ഈ പ്രിയ മക്കളെ അവിടുത്തെ ഭഗവാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഉടമ്പടി ജീവിതത്തിന്റെ അന്ത്യം വരെ പാലിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഏദൻ പൂങ്കാവനത്തിൽ കൂട്ടിച്ചേർത്ത ഞങ്ങളുടെ ദൈവം ഇന്നും കർത്താവേ അത്ഭുത ശക്തി വ്യാപരിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനാകണമേ. സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ. ഭൂമിയിലെ ഭൗതിക നന്മകളാൽ ഇവരെ നിറയ്ക്കുമാറാകണമേ. ദുഷ്ടൻ ഇവരെ കാണുവാൻ, തൊടുവാൻ, നോക്കുവാനിടയാക്കണമേ. കർത്താവേ, രക്തത്തിന്റെ സംരക്ഷണം കർത്താവ് ഇവർക്ക് നൽകുമാറാകണം. ഇവരുടെ ഉടമ്പടികൾ അത് അന്ത്യം വരെ പാലിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. ആവശ്യമേറിയ ശാരീരിക ആരോഗ്യം, മാനസികമായ ധൈര്യം, ആത്മീയമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവരുടെ മേൽ പകരുമാറാകണം. കർത്താവേ, അനുഗ്രഹീതമായ സന്താനങ്ങളെ കൊണ്ട് ഇവരെ നിറയ്ക്കുമാറാകണമേ. ഭൂമിയിലെ നന്മകൾ അവകാശമാക്കുവാൻ ഇവരെ സഹായിക്കണം. നല്ല ജോലിയും വരുമാനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണമേ. ആരോഗ്യവും ബലവും എല്ലാം ഇവർക്ക് കൊടുക്കണമേ. മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിപ്പാൻ
അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി നിലകൊള്ളുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. അടിയവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണം വരെ ഈ ഉടമ്പടി പാലിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചാണ് ചെയ്തിരിക്കുന്നല്ലോ കർത്താവേ. അവിടുന്നാണ് ഈ മക്കളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കർത്താവേ. അവിടുന്നാണ് ഈ മക്കളെ ഒന്നാക്കിയിരിക്കുന്നത്, ഒരു കുടുംബമാക്കി മാറ്റിയിരിക്കുന്നത്, ഭാര്യാഭർത്താക്കന്മാരാക്കി മാറ്റിയിരിക്കുന്നത് കർത്താവേ. ആ തികഞ്ഞ ബോധത്തോടുകൂടി, തികഞ്ഞ ദൈവിക അനുസരണത്തോടുകൂടി ജീവിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കുവാൻ, മരണം വരെ ഈ ഉടമ്പടി പാലിക്കുവാൻ അവർക്ക് സഹായിക്കണം. വേറെ ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കുവാൻ ഒരിക്കലും ഒരു ഇടയാകരുത് കർത്താവേ. മരണം വരെ ഇവരെടുത്ത ഉടമ്പടി പാലിക്കുവാൻ പ്രിയമക്കളെ സഹായിക്കുമാറാകണം. മഹത്വമെല്ലാം അവിടത്തേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. അവർക്ക് കൈകളെ വേർപെടുത്തി സുസ്ഥാനങ്ങളിലിരിക്കാം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവരോട്, എന്നാൽ ഉപേക്ഷാപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, പരസ്പര നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യൻ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സമയം നമുക്ക് പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്മാരായിരിക്കണം. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ഏകനാകും ശ്രീധ സ്വരൂപിയെന്നും, ഏകനാകും ശ്രീധ സ്വരൂപിയെന്നും, മംഗളങ്ങൾ
പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടം അനേക ബന്ധങ്ങൾ വേർപിരിയുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് പകരം ഇവരെ യോജിപ്പിച്ചത് ദൈവമാണ്. ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടത് കൊണ്ട് ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം ഇവരെ വേർതിരിക്കുന്നത് വരെ ഇവർ ദൈവത്തിനുള്ളവരായി നിൽക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പരിശുദ്ധ പിതാവേ, ഞങ്ങളെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അഖിലായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മകന് തന്റെ യൗവന കാലത്ത് തന്റെ സൃഷ്ടാവിനെ അറിയുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെയും തന്നാലാവോളം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്ന നിന്റെ മകന് ഇന്ന് മകൾക്കാലം താൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് അവന് തക്കതുണയൊരുക്കിയ ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്തോത്രം. തന്റെ കുടുംബ ജീവിതത്തെ സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മകളുടെ വിധുവിനായിട്ട് സ്തോത്രം. അവളെ എന്റെ പാവത്തിന്റെ ജനനം മുതൽ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ കരം ഇന്ന് മകൾക്കാലം വെളിപ്പെട്ട് നിന്റെ മകൾക്ക് തക്കതായ തുണയായി പ്രിയ അഖിലിനെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സന്തോഷിക്കുന്ന ഈ നല്ല മകൾക്കാലം നിന്റെ മക്കളെ ഇരുവരെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശാരീരിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മാനസിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആത്മീക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിയുടെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ എല്ലാ മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാൽ ഞങ്ങളുടെ മകൾക്കാലം തങ്ങളുടെ ദാസന്മാരായ നിന്റെ മക്കൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലുള്ളതുപോലെ സന്താനപുഷ്ടിയുള്ളവരായി ഇവരെ പെരുകട്ടെ. ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹമാകട്ടെ. പരസ്പരം സ്നേഹിക്കുന്നവരായി, പരസ്പരം വിശ്വസിക്കുന്നവരായി, പരസ്പരം മനസ്സിലാക്കുന്നവരായി, പരസ്പരം ക്ഷമിക്കുന്നവരായി, പരസ്പരം പൊറുക്കുന്നവരായി ദൈവമേ ഭൂമിയുടെ നിൽപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം. അതിനാവശ്യമായ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഒരുവനോടൊരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിച്ചു കർത്താവേ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് ഈ ലോക ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചന പ്രകാരം നിലനിൽപ്പാൻ സ്വർഗം സഹായിക്കണം. അതിനായി തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു നിന്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നേക്കും ഒരു അനുഗ്രഹമാകട്ടെ. ഇവിടെ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഇവിടെ ജോലി സ്ഥലങ്ങളിൽ അനുഗ്രഹമാകട്ടെ. ഇവിടെ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. എവിടെയും അതുപോലെ വലിയവരെ ചെറിയവരെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ടതായ സ്തോത്രം ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. നമുക്ക് സംസ്ഥാനങ്ങളൊന്നും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവത്തിന്റെ മഹത്വം. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് സഭാംഗമായിരിക്കുന്ന പ്രിയ അഖിൽ ബാബു, അതുപോലെ എറണാകുളം ജില്ലയിലെ വേഗൂർ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ സഭാംഗമായിരിക്കുന്ന പ്രിയ മീതു പി ജോയി തമ്മിൽ വിവാഹിതരായി അവർ ഭാര്യാഭർത്താക്കന്മാരായി തീർന്നു എന്നുള്ള വിവരം കേരള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവാഹത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്, സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ക്രിസ്തീയ വിവാഹം നിബന്ധന പ്രകാരം അവർ ഭാര്യാഭർത്താക്കന്മാരായി മാറി അവരെ ഇനി പിരിക്കുവാൻ ആർക്കും അവകാശമില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സഭയുടെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് അതിനെ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് നൽകുകയാണ്. അത് അവർക്ക് മറ്റെവിടെയും പഞ്ചായത്തിലോ ഗവൺമെന്റ് അധികാരികളുടെ അടുത്തോ ഇനി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴോ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പരുവത്തിന് ഉള്ള സർട്ടിഫിക്കറ്റ് ആണുള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ദൈവദാസന്മാരുടെയും അനുവാദത്തോടുകൂടി ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് സ്വീകരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാണ്. അഖിലിനെ കുറിച്ച് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അനേക വർഷങ്ങൾക്ക് മുമ്പേ പ്രിയ ബാബുസഹോദരൻ്റെ വീട്ടിലും അമ്മ സഹോദരൻ്റെ വീട്ടിലും കാഞ്ഞിരപ്പുഴ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ചില സഹോദരന്മാർ കടന്നു നിന്ന് അവരോട് രക്ഷിക്കപ്പെടേണ്ടതായി അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവവചനത്തിൽ സംസാരിക്കുകയും ലുദിയയുടെ ഹൃദയം തുറന്ന കർത്താവ് അവരുടെ ഹൃദയത്തെ തുറക്കുകയും അവരുടെ ഈ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായ മാറ്റമില്ലാത്ത വചനം കേട്ട് അനുസരിക്കുകയും ചെയ്തു. ദൈവത്വത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മുതൽ ഇന്നുവരെയും സാക്ഷ്യത്തോടെ, അതായത് ഈ യൗവനക്കാരുടെ നശിച്ചു പോകുന്ന യൗവനക്കാരുടെ ഇടയിൽ സാക്ഷ്യത്തോടെ നടന്ന മകനാണ് എന്ന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിന് മാത്രമല്ല, കഠിനാധ്വാനം ചെയ്ത് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഇന്ന് ഈ നിലയിലായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇവര് സഭയിൽ വന്ന മുതൽ നമുക്കത് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. അതായത് കഠിന പ്രയത്നം രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടാണ് മകൻ ഈ നിലയിലായിരിക്കുന്നു. അവര് ഇന്ന് വിവാഹിതരായ ഇവർക്ക് സർവ്വ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ സഭയുടെ ആശംസകൾ അർപ്പിക്കുന്നു. ദൈവം വരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ദുബായിലായിരുന്നു. അവിടെ താൻ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദൈവസഭയിലാണ് കർത്താവിനെ ആരാധിച്ചു വന്നിരുന്നത്. ആ സഭയിൽ നിന്നുള്ള ആശംസ ഇവിടെ അറിയിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദുബായ് ദൈവസഭയുടെ സഭാ ശുശ്രൂഷകന്റെയും വിശ്വാസികളുടെയും എല്ലാവിധ ആശീർവാദങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഈ തരുണത്തിൽ നവദമ്പതികൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ അനൂപ് മുമ്പോട്ട് വന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദ്യവും ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ ഈ മംഗളകരമായ ഈ ചടങ്ങ്, നമ്മുടെ വിവാഹ അഖിലിൻ്റെയും ഈദുവിൻ്റെയും വിവാഹം എന്നുള്ള ഈ മംഗളകരമായ ചടങ്ങ് സ്വർഗം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ മേഘവർദ്ധനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വളരെയധികം തിരക്കുണ്ടായിട്ടും അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ആവശ്യം നമ്മൾ വിളിച്ചപ്പോൾ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിന് വേണ്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി വന്ന ജോണച്ചനെ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റോയ് പാസ്റ്റർ, അദ്ദേഹം കൊട്ടാരക്കരയാണ് എങ്കിലും അദ്ദേഹത്തിന് ഇന്ന് വേറെ ഏതൊക്കെയോ പരിപാടികളുണ്ട്. എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം നമ്മൾ വിളിച്ചപ്പോൾ വേറെ ഒന്നും പറയേണ്ട അദ്ദേഹം നമുക്ക് നമ്മുടെ അഖിലിനെയും മീതുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പിന്നെ ബേബി പാസ്റ്റർ മീതുവിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ബേബി പാസ്റ്ററിനെ ഞാൻ പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്റ്ററായിരിക്കുന്ന നമ്മുടെ പാസ്റ്ററിനെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രദേശ് പാസ്റ്ററിനെ ഞാൻ പ്രത്യേകിച്ച് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അതിമനോഹരമായ ഗാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മനോഹരമായ ഈ മംഗളകർമ്മത്തെ അനുഗ്രഹിച്ച കൊയറിനെ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ക്യാമറമാർ, വീഡിയോ, യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ച ക്യാമറമാരെയും എല്ലാവരെയും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ കാറ്ററിങ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാവുള്ളതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാറ്ററിങ് ഏൽപ്പിച്ചിരിക്കുന്ന അവരെല്ലാവരും അതിമനോഹരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നത് ഞാൻ നിർത്തുന്നു. ദൈവനാമത്തിന് മാത്രമായിരിക്കണം. വീണ്ടും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണല്ലോ. ദൈവത്തിന് മഹത്വം, സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം, മഹത്വം, മഹത്വം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന പച്ച ഇന്ന് പകൽ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് അവിടുത്തെ വിലയേറിയ സാന്നിധ്യം നിങ്ങൾക്ക് തന്ന് ഈ പ്രിയ മക്കളുടെ വിവാഹം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗം പ്രസാദിച്ചതിനായി ഞങ്ങളേക്ക് നന്ദി പറയുന്ന താവേ ശുശ്രൂഷയിൽ സംബന്ധിച്ച അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. താവേ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ. നാഥാ, കർത്താവേ പാടിയ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം.
അതുപോലെ മറ്റ് ഫോട്ടോ, വീഡിയോ, മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്യുന്നവർ, മറ്റ് കാറ്ററിംഗ് ഗ്രൂപ്പുകൾ ചെയ്യുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയ മക്കളെ മീഥുവിനെയും കർത്താവേ അഖിലിനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഒരു കുടുംബമായി ഇന്ന് അവർ മാറിയിരിക്കുന്നല്ലോ. ഭൂമിയിൽ ഒരു കുടുംബം കൂടി ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് സംജാതമായിരിക്കുന്നല്ല കർത്താവേ. ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവചന വ്യവസ്ഥയനുസരിച്ച് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിന്റെ ആലോചന പ്രകാരം നാഥാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നയിക്കാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു കർത്താവേ. മഹത്വമെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്നു കർത്താവേ. പിരിയാത്ത നാഥൻ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുമാറാകണം. മണവാളന്റെ ആ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുവാൻ കർത്താവേ മണവാട്ടി സഭയാകുന്ന ഞങ്ങളെ കർത്താവ് ഒരുക്കുമാറാകണമേ. ഞങ്ങളെല്ലാ നിലയിലും ഒരുക്കമുള്ളവരായിരിക്കാൻ, വിശുദ്ധിയിൽ ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. തുടർന്നുള്ള ഇവിടെ നടക്കേണ്ട പ്രോഗ്രാംസ് എല്ലാം ഓർക്കുന്നു കർത്താവേ. അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ ഓർക്കുന്നു. ഇതെല്ലാം ചന്തമായി ഉചിതമായി കർത്താവ് നടത്തണമേ. മറ്റ് ഫോട്ടോസ്, വീഡിയോസ്, മറ്റ് കാര്യാദികൾ എല്ലാ ശുശ്രൂഷകളിലും ഇങ്ങനെ കാരണമുണ്ടായിരിക്കട്ടെ. മഹത്വം അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹം, ആശിസിപ്പിച്ച് ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സംബന്ധവും നാം എല്ലാവരുടെ കൂടെയും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും ഏറ്റവും വിശേഷാൽ ഇന്ന് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അഖിലിനോടും നീതുവിനോടും കൂടെയും ഇന്നും നാളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു നിമിത്തം നാൾതോറും നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന സർവശക്തനായ പിതാവായ ദൈവത്തെ നമുക്ക് നമ്മുടെ വലതുകരങ്ങളെ സ്വർഗ്ഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ വിശുദ്ധന്മാരോടായി നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ ഏറ്റവും താമസമില്ല മധ്യാകാശത്ത് കടന്നു വരുന്നു. നമുക്ക് ഒരുമിച്ച് മറുപടിയായി ഇങ്ങനെ പറയാം, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്. പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്, ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. മറിയേ എന്റെ മറിയേ നീ ചിരിച്ചാ ആ ചിരിയിൽ ഫുൾ ഹാപ്പി, ചിരിയില്ലേ മൊത്തം പോക്ക. അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള, അന്ന് തൊട്ടേ ഉള്ളാകെ വമ്പു കട്ടണ പെണ്ണിവള. ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കണ്ണിവള, വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള. പാതിരാവിൻ പാതിലെന്നും ചാരിടുന്നോള്, പാതിയായി എന്നും എന്നിൽ പൊട്ടിടുന്നോള്. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം
അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു വന്നെൻ ചാരത്ത് തൊട്ടുരുമ്മാനുള്ളവളാ ആരുമാരും കാണാതെ അന്നാദ്യം മുത്തം തന്നവള് ആരുമില്ല കാലത്തും എൻ താങ്ങിനായി വേണ്ടവള് പള്ളിമേട പോലെ എന്നും ഉള്ളമുള്ളോള് പ്രാണനായി എന്നും എന്നിൽ വാണിടുന്നോള് അനുഗ്രഹം വേണം പുണ്യാള അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള ना चैन से जीने देगी ना चैन से मरने देगी ना चैन से जीने देगी ना चैन से मरने देगी चलो ले चले तुम्हें तारों के शहर में धरती पे ये दुनिया हमें प्यार न करने देगी चलो ले चले तुम्हें तारों के शहर में धरती पे ये दुनिया हमें प्यार न करने देगी जो तुम ना मेरी बाहों में मैं तो सो नहीं सकता खुदा ने तुझको दिया मुझे तुझे मैं खो नहीं सकता मैं मर जाऊंगा अगर कभी कहना पड़ गया ये सनम मैं तेरा ही हूँ मगर तेरा हो नहीं सकता हमें मार ही ना डाले बुरी नजरे लोगों की ये हाथ छुड़ाएगी ना हाथ पकड़ने देगी चलो ले चले तुम्हें तारों के शहर में धरती पे दुनिया हमें प्यार न करने देगी चलो ले चले तुम्हें तारों के शहर में धरती पे ये दुनिया हमें प्यार न करने देगी लोग हमसे जलते हैं इस बात
खूबसूरत लगते हैं हम साथ में। लोग हमसे जलते हैं इस बात पे, क्यों इतने ज्यादा खूबसूरत लगते हैं हम साथ में। जो भी इश्क में होते हैं दीवाने से, खुशी नहीं देखी जाती मोहब्बत के जमाने से। मुझे पता है ओ जानम, चाहे कुछ भी हो जाए तो खुद मर जाएगी, जानी ना मरने देगी। चले चले तुम्हें तारों के शहर में, धरती पे ये दुनिया हमें प्यार न करने देगी। ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. മക്കളെ വാക്യമെങ്കിൽ നടക്കാനായിട്ട് ദൈവം സഹായിച്ചിരിക്കേണ്ടത് നമ്മുടെ ദൈവാസമാരെ കൊണ്ടുവരുത്തി. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരുന്നു. എല്ലാ മനുഷ്യമായി തിരുവാതക്കൊണ്ട് ദൈവം സഹായിച്ചിരിക്കേണ്ടത് നമ്മുടെ അപ്പോൾ ദൈവത്തിരുവാതക്കൊണ്ട് ദൈവം സഹായിച്ചിരിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ദൈവപേക്ഷിക്കുവാതക്കൊണ്ട് ദൈവം സഹായിച്ചിരിക്കേണ്ടത് നമ്മുടെ സ്തുതിക്കുന്നു. കർത്താവ് പുതിയ അംഗത്തെ കൂടെ കർത്താവ് കുടുംബത്തിലേക്ക് എല്ലാവിധാനമായി കൊടുത്തപ്പോഴേക്കാട്ടത്തോടെ സ്തുതിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ല, നയിപ്പാനായിട്ട് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകലത്തിലും ഈ ബന്ധപ്പെട്ട ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചാണ് ഒരുപാട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം ദൈവം ഈ ബന്ധപ്പെട്ട കർത്താവ് സഹായിച്ചാണ്. ചേച്ചിക്ക് സ്തുതിക്കുന്നു. മൂത്ത സഹോദരന്റെ സഹോദരി വിവരങ്ങളിലേക്ക് എത്തിക്കുന്നു. താഴെ സഹാക്കന്മാരെ സഹോദരങ്ങൾ എല്ലാ ദൈവങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിച്ചു വെക്കേണ്ട നമ്മുടെ സ്വന്തം ദൈവ ജീവിപ്പാൻ കർത്താവ് സഹായിച്ചാണ്. നിങ്ങളെ പഠിക്കാത്ത കൂടി സഹായിക്കണം, നിങ്ങളെ പിടിച്ചാണ് എല്ലാം നമ്മൾ നടക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. जिस रास्ते से तुम थे गुजरे।
जिस रास्ते से तुम थे गुजरे, तोड़ दिया वो आईना जिस आईने में तेरा अक्स दिखे। मैं शहर में तेरे था गैरों सा, मुझे अपना कोई ना मिला। तेरे लम्हों से मेरे जख्मों से अब तो मैं दूर चला। रुख ना किया उन गलियों का जिन गलियों में तेरी बातें